തിരുമേനി എ.വി. കുഞ്ഞമ്പു സ്മാരക വായനശാലയുടെയും ഗ്രന്ഥാലയത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ. ദാമോദരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെ.സി. പ്രസൂൺ, വി.എൻ. ഗോപി, രാജു ഉറുമ്പിക്കുന്നിൽ, തോമസ് കുഴിമറ്റം എന്നിവർ സംസാരിച്ചു. സ്മാരക വായനശാല ഒട്ടനവധി പരിപാടികളൊക്കെ നടത്തി ഈ പ്രദേശത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വായനശാലയാണിത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദീർഘകാലമായി ഇതിൻ്റെ സാരഥിയായി പ്രവർത്തിക്കുന്ന ഗോപിയേട്ടൻ, പിന്നെ ഇപ്പോൾ കടന്നു വന്ന പ്രസൂൺ, നമ്മുടെ കുഴിമറ്റം, ഇപ്പോൾ രാജു തുടങ്ങിയ ശ്രീനിവാസൻ, ഇവരൊക്കെ ഇതിൻ്റെ സാരഥികളായി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനപരമായി ഈ വായനശാല ഇനിയും കുറേ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആദ്യമായി ഇവിടെ എത്തിയ നിങ്ങളേവരെയും അഭിവാദ്യം ചെയ്യുന്നു. 15 കുട്ടികളാണ് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ, പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് പഴയകാല സ്മരണകളൊക്കെ കടന്നു വരികയാണ്. ഇതേ പ്രായത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്കന്ന് പഠിക്കാൻ സൗകര്യം വളരെ കുറവാണ്. കിലോമീറ്ററുകളോളം വരണം, നടക്കണം സ്കൂളിലെത്താൻ. അതുപോലെ തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല, കുടയുണ്ടായിരുന്നില്ല. കുടയ്ക്ക് പകരം ഞങ്ങളിൽ പലരും ഉപയോഗിച്ചത് വാഴ ഇലയാണ് നനയാതിരിക്കാൻ. വസ്ത്രങ്ങൾ, ഇത്ര മനോഹരമായ വസ്ത്രങ്ങളൊന്നും അന്നില്ല. ഉള്ളത് തന്നെ കീറി പറഞ്ഞതായിരിക്കും, ദ്വാരം വീണതായിരിക്കും, അത് തുന്നിയിട്ടൊക്കെ ആയിരിക്കും ഇടുക. ഇപ്പോഴോ ഭക്ഷണം വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, സ്കൂളിലെത്തിയാലുണ്ട്, പഠിക്കാനുള്ള പുസ്തകങ്ങൾ ലഭിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. പഠിച്ച് ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ നല്ല വിജയം നേടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വിജയത്തിന് കാരണമായിട്ടുള്ളവർ പലതാണ്. ഒന്ന്, നിങ്ങളുടെ വിദ്യാലയത്തിലെ അധ്യാപകർ, രക്ഷിതാക്കൾ, സഹപാഠികൾ, ഇവരെല്ലാം നിങ്ങളുടെ പഠനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ വലുതും ചെറുതുമായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീകൾ തുടങ്ങിയവ വിവിധ കലാ മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ നടത്തി നിങ്ങളുടെ സർഗശേഷിയെ വികസിപ്പിക്കുവാൻ, വളർത്തിയെടുക്കുവാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ രക്ഷിതാക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി എല്ലാം അവർ നൽകും. വയറ് നിറച്ച് മക്കളെ ഊട്ടും. അമ്മമാർ ചിലപ്പോൾ കഴിക്കാറില്ല. അവരുടെ വസ്ത്രങ്ങൾ ചിലപ്പോൾ കീറിപ്പറഞ്ഞതായിരിക്കും, തുന്നിക്കൂട്ടിയിട്ടതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ പലപ്പോഴും പല വിദ്യാലയത്തിലും പോയാൽ കുട്ടികളെ നോക്കും. ഏതെങ്കിലും ഒരു കുട്ടി കീറിയ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടില്ല. അവരുടെ ചെരുപ്പ് നോക്കും, എത്ര മനോഹരമായ വിലപിടിപ്പുള്ള ചെരുപ്പുകളാണ്. എന്നാൽ അമ്മമാർക്കോ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുണ്ടാവാം, കുത്തി വീണ്ടും ഇതൊക്കെ പൊട്ടിയ ചെരുപ്പുകളുണ്ടാവും. പക്ഷെ മക്കൾക്ക് ഇതൊന്നും അറിയാതെ വളർത്തിയെടുക്കുകയാണ് അമ്മയും അച്ഛനുമെല്ലാം. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ.
കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.